വീണ, ഇപ്പോൾ അവർ അവിടെ നിന്നും പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എന്താണ് റാങ്ക് ഹോൾഡേഴ്സിന് പറയാനുള്ളത് സർക്കാരിനോടും മാധ്യമങ്ങളോടും? ലൈവത്തോൺ അവർക്കായി നമ്മൾ ജനം TV നൽകുന്നതാണ്. അവരുടെ നീതിക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. അവർക്ക് നമ്മളിലൂടെ തന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? നിരവധി ആവശ്യങ്ങളുണ്ട് സർക്കാരിനോടും പൊതുസമൂഹത്തിനോടും മാധ്യമങ്ങളോടും. അതെ, തീർച്ചയായിട്ടും. അതായത് നിലവിലുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പരിഹാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ നമ്മളുടെ ഭൂരിഭാഗം പേർക്കും ആ ഒരു ജോലിയിലേക്ക്, നിയമനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഒന്ന്, പ്രധാനമായിട്ട് ഞങ്ങളെ ബാധിക്കുന്ന ഡിവിഷൻ പോൾ എന്ന് പറയുന്ന പ്രശ്നത്തിന് അവിടെ റേഷ്യോയിൽ ഒരു വ്യത്യാസം വരുത്തണം. അത് മുൻപ് ചെയ്തിട്ടുണ്ട് മറ്റ് തസ്തികകളിൽ. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് അത് പറ്റും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 5ാം ക്ലാസ്സിൽ 1:25 എന്ന് പറയുന്ന റേഷ്യോയും 6-7 ക്ലാസ്സുകളിൽ 30 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. അതേപോലെ രണ്ടാമത്തെ കേസ്, നമുക്ക് നിലവിലെ HMൻ്റെ പോസ്റ്റ്, HMൻ്റെ ആ ഒരു ഭാരിച്ച ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയും അവിടെ ഒരു അധ്യാപക പോസ്റ്റ് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് 2 മാസം മുൻപ് ഉറപ്പുവരുത്തുന്നതാണ്. അതായത് തീർച്ചയായിട്ടും പരിഗണിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ നിവേദനത്തിൽ തന്നെ മാർക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ട്, അതാണെങ്കിൽ പ്രൈമറി അധ്യാപക പോസ്റ്റുകളൊക്കെ ഒരു പോസ്റ്റ് അധികമായിട്ട് നമ്മൾ കിട്ടുകയും നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു പരിഹാരമായിട്ട് അത് മാറുകയും ചെയ്യും. മൂന്നാമത് നമ്മൾ ആവശ്യം ഉന്നയിക്കുന്ന MRS ആണ്. MRS എന്ന് പറയുമ്പം ഏകദേശം 28-ലധികം സ്കൂളുകളുണ്ട്. നിലവിലത് PSCക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എന്നിട്ടും UP പോസ്റ്റ് അവിടെ ഇല്ല. തീർച്ചയായിട്ടും UPക്കായിട്ട് ഒരു പോസ്റ്റെങ്കിലും അവിടെ നമുക്ക് വേണമെന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ആവശ്യം പഞ്ചായത്ത് എഡ്യൂക്കേഷൻ ഓഫീസറാണ്. നിലവിൽ അങ്ങനെ ഒരു തസ്തികയില്ലെങ്കിലും പഞ്ചായത്ത് ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്നുള്ള രീതിയിൽ ഓരോ പഞ്ചായത്തിലെയും ഒരു പ്രൈമറി അധ്യാപകൻ ഈ ഒരു പോസ്റ്റ് നിർവഹിക്കുന്നുണ്ട്. അതൊരു അധിക ചുമതലയാണ്. തീർച്ചയായിട്ടും അത് നിലവിൽ വരികയാണെങ്കിൽ നമ്മുടെ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും. പിന്നീട് ഏകദേശം 1 വർഷം, 10 മാസമായെങ്കിലും 1 വർഷം എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ നിയമന സാധ്യതകൾ അടങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആ 1 വർഷ കാലയളവുള്ള നിയമനം അത് നമ്മുടെ അവകാശമായതുകൊണ്ട് അത് റാങ്ക് ലിസ്റ്റ് നീട്ടുന്ന കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം വേണമെന്നാണ്. കാരണം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്ന അറിയുന്നു. ഇനി വരുന്ന തലമുറയെയും കൂടി വെറുതെ ഇവിടെ സമരത്തിനിരുത്തുന്ന രീതിയിലേക്ക് വരാതെ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റ് നീട്ടുന്ന കാര്യവും കൂടി പരിഗണിക്കണം. ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളല്ല, അപേക്ഷയാണ്. തീർച്ചയായിട്ടും എപ്പോഴാണോ ഇതൊക്കെ പരിഹരിച്ച് കിട്ടുന്നത് അപ്പോൾ ഒരു ഉറപ്പ്, വാക്കാലുള്ള ഉറപ്പല്ല, എഴുതപ്പെട്ട ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും വീട്ടിലേക്ക് തിരികെ വരാം. തുടരുക. ആവർത്തിച്ച് പറയുകയാണ്, വാക്കാലല്ല, എഴുതി തന്നെ നൽകണം. കാരണം വിശ്വാസം നഷ്ടമായി തുടങ്ങി. അത് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്.